ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ഒരു സൺഡേ കണ്ടാലോ? ഞാൻ കുറച്ച് മുന്നേ ഉറക്കം എഴുന്നേറ്റായിരുന്നു. നല്ല മുട്ട ഉച്ചയാവാറായി. അപ്പോഴത്തേക്കുമാണ് ഉറക്കം എഴുന്നേറ്റ്. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ടൊന്ന് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് എണ്ണയൊക്കെ ചൂടാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട്. അപ്പം ഞാൻ കുളിച്ചേച്ച് വരാം. ഞാനുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ ഞാനിവിടെ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ടൊരു വീട്ടിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാൻ മാറിയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറി, വേറൊരു വീട്ടിലോട്ട് മാറി. അപ്പം ഇവിടെ വന്നിട്ട് ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഓക്കെയാണ്, ഇപ്പം ഇവിടെ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അങ്ങനെ ഇരിക്കുന്നു. അതൊന്ന് ജസ്റ്റ് പറഞ്ഞതാ. ഓക്കെ, നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ? സൺഡേസൊക്കെ ഭയങ്കര ബോറാണ് ഇവിടെ. ഇതൊരു ഭയങ്കര ഒരു കാട് പോലെയുള്ള ഭയങ്കര ഒരു ഗ്രാമം പോലത്തെ ഒരു സ്പേസാണ്. അപ്പം വലിയ വണ്ടി അനക്കം അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ഒതുങ്ങിയൊരു സ്ഥലം. എനിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇനി കുളിച്ച് എടുത്ത് അലക്കി പറക്കിയൊക്കെ വരാം. പോയിട്ട് വരാതെ പോയിട്ട് നമുക്ക് സുന്ദരിയാവണം. ഇത് കണ്ടോ, ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാതെ ഒരു വീഡിയോ ഒന്നും എടുക്കത്തില്ല. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാതെ എടുത്തിട്ടുണ്ട് വീഡിയോ. ഒന്നുമില്ല, കണ്ണ് മേക്കപ്പ് ഒന്നുമില്ല. ഒരു ലിപ് ബാം പോലും ഇല്ല. പണ്ട് മോക്കൊരു പീരീഡാവും എന്ന് പറഞ്ഞ് മോക്കൊരു വരുന്നതാണ്. പീരീഡൊന്നും ആവത്തില്ല. തേച്ച് തല കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ വീട്ടിലൊക്കെ നമ്മൾ കുഞ്ഞിലേലും പണ്ടൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ തല കെട്ടി വെച്ചിട്ട് തലയിൽ എണ്ണ തേച്ചിട്ട് തല കെട്ടി വെച്ചിരും. ഇങ്ങനെ വലിച്ച് വീഴ്ചയൊക്കെ കെട്ടുമ്പോൾ അതൊക്കെ ഒരു സമയം തന്നെയാണ്. ഇവിടെ ഭയങ്കര കാമായി ക്വയറ്റായിട്ടുള്ളൊരു സ്പേസാണ് ഗൈസ്. ഞാനിപ്പം ഒരു മൈക്കോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ ഫോണിൻ്റെ ക്യാമറ, അതിൻ്റെ വോയിസ് കാര്യങ്ങളാണ്. ഭയങ്കര സൈലൻ്റ് അല്ലേ, കണ്ടോ? ഒരു അനക്കമില്ല ഇവിടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിറയെ കൃഷികളാണ് ഗൈസ്. ഇവിടെ ജാതിക്കയൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലൊത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ. കണ്ട ജാതിക്കാന്നല്ലേ പറയാ. പിന്നെ എനിക്കൊരു ആദായം ഉള്ളതെന്ന് വെച്ചാൽ കറിവേപ്പില അതേ നിൽക്കണുണ്ടോ. കുക്കിങ്ങിലൊക്കെ ഇച്ചിരി ബെനിഫിറ്റഡ് ആയിരിക്കും. കടയിൽ പോയി മേടിക്കണ്ടല്ലോ. പിന്നെ ഒരു എൻട്രൻസ്, ഇത് അവരുടെ വീട്ടിലുള്ളവരുടെയാണ് കാറൊക്കെ വരുന്നത്. കുറച്ച് ചെടികളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചതൊക്കെ. പിന്നെ ഇവിടെ കൂടുതലുള്ളതുണ്ടല്ലോ പൈനാപ്പിൾ കൃഷിയൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ കൃഷിയുടെയൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ. പൈനാപ്പിൾ കൃഷി, വാഴ, റബ്ബർ, ഇതൊക്കെയാണ് മെയിനായിട്ട്. കണ്ടോ, അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം വാഴ കൃഷി. കണ്ടോ, ഇങ്ങനത്തെ എല്ലാം കൃഷികളുടെയാണ്. കൊക്കോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് കൊക്കോയുടെ മരം. കൊക്കോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ മരത്തിൽ കൊക്കയൊക്കെ ഉണ്ടാവും. നമ്മുടെ ചോക്ലേറ്റൊക്കെ കൊക്കോ എന്നൊക്കെ തന്നെ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. അതേ നിൽക്കുന്നു ഗൈസ്. ഉണ്ടോ, ഇത് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കും. ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. വെയിലുണ്ട്. രാവിലെ എണീറ്റ് പോലും ഞായറാഴ്ച നശിച്ചു. ആണ് ഞാൻ താമസിക്കുന്ന വീട്. ഓക്കെ, ഉണ്ടോ, ഇത് അവരുടെ മെയിൻ വീടിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. കുഞ്ഞു വീട്. ഞാൻ പറഞ്ഞാൽ പല്ലിക്കുട്ടന്മാരുണ്ട്, പിന്നെ എലിക്കുട്ടന്മാരുണ്ട്, എലിച്ചേട്ടന്മാർ. എന്താ കമ്പനിയാണെന്ന്. രാത്രി എൻ്റെ തട്ടും പുറത്തുകൂടെ, പഴയ വീടല്ലേ, അപ്പം തട്ടും പുറമുണ്ട്. അപ്പം അതിലേക്കൂടെ ഇങ്ങനെ തുള്ളി നടക്കുന്ന കാണും എലിച്ചേട്ടന്മാരൊക്കെ. എന്ത് ചെയ്യാനാ, അങ്ങനെ പേടിയൊക്കെ ഉണ്ട്. എലിക്കൊക്കെ ആയിട്ട് നമ്മളൊരു കെണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീഴും, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ ഇതൊക്കെയാണ് പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. ഒരു കുഞ്ഞു റൂമാണ് വരുന്നത്. കുഞ്ഞു റൂം തട്ടും ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഒരു കുഞ്ഞു കിച്ചൺ, ഒരു കുഞ്ഞു റൂം, ഇത് രണ്ടുമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ ഉണ്ടോ സ്റ്റെയർ, ഇതിൻ്റെ മുകളിലാണ് എലിച്ചേട്ടന്മാരുടെ താവളം. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ഒരു മണിക്കൂർ ഇങ്ങനെ തല ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് ആണ്ടിലിടയ്ക്ക് തേച്ച് കുളിച്ച് നനക്കുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് എന്താ, സിനിമ കാണും. ഇപ്പം എൻ്റെ കയ്യിൽ അതിരടി മൂവി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കണ്ടിരിക്കുക. ഇന്നലെ കുറച്ച് കണ്ടു, പിന്നെ ഉറങ്ങി, പിന്നെ എഴുന്നേറ്റ് ഇന്ന് രാവിലെ കുറച്ച് കണ്ടു. ഇനി കുറച്ച് നേരം കാണണം, എന്നിട്ട് പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ.
ഹായ്, നിങ്ങളും കുളിക്കൂ ഗൈസ്. സൺഡേ ആണ്, സൺഡേ കുളിക്കുമോ? ഹായ്, ഞാനങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പം എനിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരുങ്ങുന്നതൊക്കെ ഇഷ്ടമാണ്. ചെറുതായിട്ട് നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റായിട്ട് ഞാൻ ഇച്ചിരി ലിപ്പ് ബാം ഇട്ടിട്ടുണ്ട്. നമുക്ക് മുഖത്തെന്തെങ്കിലുമൊക്കെ പരിപാടികൾ, മോയ്സ്ചറൈസർ അങ്ങനത്തെ കുറച്ചിടണം. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഓക്കെ. അത് നമുക്ക് ഒരു ടോണറാണ്, സാലിസിലിക് ആസിഡിൻ്റെ ഡേംഡോക്കിൻ്റെ ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇച്ചിരി മതി, ഓക്കെ, അങ്ങ് ആയിക്കോളും. ഓക്കെ, ജസ്റ്റ് ആക്കി കൊടുക്കാം. നമുക്ക് ഫോൺ വയ്ക്കാൻ അങ്ങനെ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഫേസ് ടോണർ അപ്ലൈ ചെയ്ത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് ഈ പെട്ടി കാണുമ്പോൾ തന്നെ അറിയാം, അക്വാളജിക്ക, അതിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, ഞാൻ തിന്ന് തീർക്കാറായത്. ഒത്തിരി ഇടും, ഭയങ്കര രസമല്ലേ അങ്ങനെ, എന്തോ എനിക്കതൊക്കെ ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ഇടുന്ന. ഇതൊക്കെ നമുക്കിടാം. ഓക്കെ, അവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല കേട്ടോ, ലഞ്ചിന് ടൈം ആവുന്നേ ഉള്ളൂ. ലേറ്റായിട്ട് എഴുന്നേറ്റ് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ലഞ്ചും ലേറ്റാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്ലോ ഒക്കെ അല്ലേ, എന്തോ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. നമുക്ക് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് തൊട്ട് കൊടുക്കാം, ഒരു മുഖത്തിനൊരു വെട്ടമൊക്കെ വരട്ടെ. ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു ജീവിതമില്ല. ഇനി നമുക്ക് പുരുകൊന്നുമില്ലല്ലോ, അത് ജസ്റ്റ് എഴുതി കൊടുക്കാം. ഓക്കെ, എനിക്കതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കുഞ്ഞിക്കായിട്ട് രണ്ട് സൈഡ് ഇച്ചിരി എഴുതി കൊടുക്കാം, എന്നിട്ട് ബ്രഷ് വെച്ച് തൂത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് കണ്ടുകൂടാ, ക്യാമറ നോക്കി ചെയ്യുന്നത് അത്ര ശീലമില്ല. ആക്ച്വലി കണ്ണാടിയാണ്. അപ്പം ഞാൻ കണ്ണാടിയിൽ പോയി ചെറുതായിട്ടൊക്കെ വരച്ചെഴുത്ത് പുരുകം എഴുതിയിട്ടുണ്ട്, കണ്ടോ. എൻ്റെ കയ്യിൽ ഈ പെൻസിലല്ലാതെ തന്നെ എൻ്റെ കയ്യിൽ ഇതുണ്ട് കേട്ടോ, മാഴ്സിൻ്റെ ഈ ഐബ്രോ പാലറ്റ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ, കണ്ടോ, അധികം അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയില്ല. ഒന്നാമത്തെ കാര്യം ഇത് തന്നെ അങ്ങ് കംഫർട്ടബിളായി, അതുകൊണ്ടാണ്. പിന്നെന്താ നമുക്ക് ചെയ്യാനാണ്, വേറെ ഒന്നുമില്ല, ഇത്രയും മതി. വീട്ടിൽ നിൽക്കാൻ ഇതൊക്കെ മതിയല്ലോ, നമുക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടമൊക്കെ എനിക്കിഷ്ടമാട്ടോ. എൻ്റെ അമ്മ പണ്ട് ഒരുങ്ങത്തൊന്നും ഇല്ലായിരുന്നു ഞാൻ, പക്ഷെ അമ്മ ഒരുക്കിയൊക്കെ ഞാൻ പിന്നെ ഒരുങ്ങുന്നതൊരു ശീലമാണ്. വീട്ടിൽ നിൽക്കുമ്പോഴും ഒരുങ്ങി എഴുതി പൊട്ട് വെച്ച് കണ്ണൊക്കെ എഴുതി വേണമെങ്കിൽ നിൽക്കും. ഇപ്പം പുരുകം ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയൊക്കെ. എന്നാൽ നമുക്കൊരു പൊട്ട് സെറ്റാക്കാം. ഓക്കെ, ഒരു വലിയ പൊട്ട് നോക്കി വെച്ചാലോ. ഇതാ പൊട്ട് കിട്ടി. പൊട്ട് വയ്ക്കാൻ ഇതൊക്കെ വീട്ടിൽ വയ്ക്കുമ്പോൾ ഉള്ളു. ഇപ്പോൾ ഒരു സുന്ദരിയായില്ലേ. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടായിരുന്നു, കയ്യിൽ ഭയങ്കര ഡ്രൈ ആണ്. അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, ചെറിയൊരു ഷെയ്ഡ് ഇട്ടായിരുന്നു. ഇവിടെ എല്ലാം നല്ല വെയിലുണ്ട്, കാണിച്ച് കണ്ണും കണ്ടുകൂടാ, കണ്ടോ, നല്ല പൊട്ട വെയിലുണ്ട്. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ആഫ്റ്റർനൂൺ
വരെയൊക്കെയുള്ളൊരു സൺഡേ ഇങ്ങനെയൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഞാൻ സിനിമ കണ്ട് കഴിഞ്ഞ കേട്ടോ ആ ഗ്യാപ്പിൽ. അപ്പോൾ കുഴപ്പമില്ല. അതിരടി മൂവി നല്ല കോമഡി കാര്യങ്ങൾ നല്ലതാണ്. വേറൊരു ടൈപ്പ് ഓഫ് മൂവി നല്ല. അങ്ങനെ അത് കണ്ടൊക്കെ കഴിയും. ഇനി അടുത്ത് എന്തെങ്കിലും കാണണം, കഴിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും. ശരി, ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻജോയ് ചെയ്യാം മാക്സിമം ലൈഫ്. ബൈ.